യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. പിന്നെ ഞാൻ IPS ആണെന്നോ പോലീസ് ആണെന്നോ ഇവിടെ ആരും തൽക്കാലം അറിയണ്ട. എന്നാ പിന്നെ ഞങ്ങള് പോയിട്ടോ മോളെ. നല്ല ഐശ്വര്യമുള്ളൊരു കുട്ടി. IPS ആണെന്നൊന്നും അവളെ കണ്ടാ പറയില്ലല്ലേ. കണ്ടോ കണ്ടോ അങ്ങളെ, വൈരത്തിന്റെ മാലയാ. നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ഭഗവതിയുടെ കഴുത്തില് ഇതുപോലൊരെണ്ണം ഞാൻ കണ്ടതാ അന്ന് പൂജയ്ക്ക് പോയപ്പോ. അതെ, ആ വൈരക്കല്ലുമാല ദേവിയുടെ കഴുത്തിൽ കിടന്നത് തന്നെയാ. നമ്മുടെ പരദേവത പുതുതായി കുടുംബത്തിൽ കുടിയേറുന്ന പെണ്ണിന് വരമായി കൊടുക്കുന്ന മാലയാ അത്. ഏത് മാലയായാലും അത് പരുന്തു മുത്തശ്ശി കൊത്തിക്കൊണ്ടൊന്ന് കൊടുത്തല്ലേ. എന്തിനാ ഗിരിജയെ മാത്രം പറയുന്നത്? ഇതോടെ ഞാനൊരു കാര്യം ഉറപ്പിച്ചു. സ്വത്തുക്കളെല്ലാം ദർശന കൊണ്ടുപോകും. ഞാനേതായാലും ഇനി ദർശനയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. അങ്കിള് നിൽക്കുകയോ ഇരിക്കുകയോ എന്ത് വേണേലും ചെയ്തോ, ഞാൻ ഏതായാലും അവളോടൊപ്പം ചേരില്ല. ചേരില്ല എന്ന് മാത്രമല്ല, അവൾ ഈ തറവാട്ടി കേറി വന്ന് മുച്ചൂട് മുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനി എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാനത് മുടക്കും. ഭഗവതിയാണ് സത്യം. മനത്തെ മഴമുകിൽ മാലകളെ മറവത്തു പവനത്തിൽ പോയി വരാമോ മോ എന്റെ കല്യാണ കുർബാനം കൊണ്ടു നീ നൽകാമോ? തന്നെ ഞാനും നോക്കട്ടെ. ഇത് തരില്ല. ഇത് ആദ്യം കാണേണ്ടതേ എന്റെ അമ്മയാ. ഞാൻ കണ്ടിട്ട് അപ്പച്ചി കണ്ടാ മതി. എന്റെ പൊന്ന് വീണ പ്ലീസ്, ഒന്നാമത് എനിക്ക് കയ്യും കാലും വയ്യ. എന്നെ ഒന്ന് വെറുതെ വിട്. കൊണ്ടുപോ. ഓ എന്താ പോ അമ്മ. എന്തൊരു മനപ്പൊരുത്തം. മാഡം ഇപ്പൊ ദർശനം വിളിച്ചോണ്ട് വരാൻ എന്നോട് പറഞ്ഞ നാവിപ്പം വായിലിട്ടിട്ടതേ ഉള്ളൂ. ഓ, ഞാനിതാ ഈ വയ്യാത്ത കാലം കൊണ്ട് അങ്ങോട്ട് ഞൊണ്ടി വരികയായിരുന്നു. അപ്പോഴാ ദർശനം ഇങ്ങോട്ട് വന്നത്. അതെ, കല്യാണക്കുറയൊക്കെ അടിച്ചു കിട്ടി. അത് കാണിക്കാനായിരിക്കും ദർശനെ മാഡം വിളിക്കാൻ പറഞ്ഞത്. അയ്യോതാ, അച്ചടിച്ചു കൊണ്ടുവന്നതേ ഉള്ളൂന്നല്ലേ പറഞ്ഞത്. ഇത് കിട്ടേണ്ടവർക്ക് തന്നെ ആദ്യം കിട്ടി. അവര് കീറിക്കളഞ്ഞത് കണ്ടില്ലേ. ഞങ്ങള് കാർഡും കൊണ്ട് വരുമ്പോഴേ ആ വീണേശ്വരായി ഇത് പിടിച്ചു വാങ്ങാൻ നോക്കി. പക്ഷെ ഞാൻ കൊടുത്തില്ല. പിന്നെ ഇതങ്ങനെ കീറിക്കളയാൻ പറ്റി? ഇത് അവളുമാര് തന്നെ കീറിയതായിരിക്കും. ദർശനം എന്തിനാ വിഷമിക്കുന്നത്? ചന്ദ്രനെ നോക്കി പട്ടികൾ ഓരിയിടും, കുരയ്ക്കും. പക്ഷേ ചന്ദ്രന് വല്ല കുഴപ്പം പറ്റിയോ? ഇല്ല. കൊരങ്ങന്മാർ എന്തറിയുന്നു വിഭോ, മനുഷ്യന്മാർ പഞ്ചീസ് കളിക്കുന്നു. ദർശന വാ. യു ഡോണ്ട് കെയർ. കറക്റ്റ് അല്ലേ?
എന്നാ വാ വാ. അയ്യോ ദർശന വാ. നോക്ക് നമ്മുടെ കല്യാണക്കുറി. ഞാൻ കണ്ടു. മുഴുവനുമല്ല, കല്യാണക്കുറി കേറിയിട്ട 2 തുണ്ടുകൾ കണ്ടില്ലേ? വരന്റെയും വധുവിന്റെയും പേരെഴുതിയ ഭാഗം തന്നെ എനിക്ക് കിട്ടിയത്. അതെ, ഇത് ചെയ്തത് ശ്രേയയും വീണയും തന്നെയാ, മനഃപൂർവ്വം തന്നെ. അതെ, രണ്ടിനും കണ്ണാടിയാ. അതെ, ഈ കല്യാണക്കുറി കണ്ണന്റെ സൂക്കേടാ. അതൊക്കെ വിട്ടേക്ക് താക്കോലെ. ഉം. പെൺകുട്ടികളല്ലേ, ആ അവരാഗ്രഹിച്ചതല്ലേ കൊച്ചുമുതലാളിയെ സ്വന്തമാക്കാൻ. ആ 2 മുറപ്പെണ്ണുങ്ങൾക്കും കിട്ടാതെ 3ാമതൊരാള് ആ സ്ഥാനത്ത് വരുമ്പോ സ്വാഭാവികമായും അവരുടെ മനസ്സില് പ്രയാസം ഉണ്ടാവും. മാഡം, ഇനി തന്നോളൂ, ഐശ്വര്യമായിട്ട് തന്നെ. ദാമേ. തുറന്നു നോക്ക്. ആ ബോസിന് ഇത് കൈ കിട്ടും വരെ ഒരു ഉറക്കമില്ലായിരുന്നു, ഒരു സ്വസ്ഥതയില്ലായിരുന്നു. ബോസിന്റെ വെപ്രാളം ദർശനയ്ക്കില്ലെന്ന ബോസിന്റെ ചോദ്യം. എനിക്കിപ്പോ പേരൊക്കെ വായിക്കാൻ അറിയാം. നോക്കിക്കേ, രൂപേഷ് സുന്ദർ VS, ദർശന N. ദേ, ഇതിന്റെ മോളിൽ കണ്ടോ അച്ഛന്റെ പേര് വിശ്വനാഥൻ. അത് കഴിഞ്ഞ് അമ്മയുടെ പേര് സുമംഗല തങ്കച്ചി. എന്താ ശരിയല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? കൊച്ചു മുതലാളിക്ക് കാണാതെ അറിയാം ഈ പേരുകളൊക്കെ. അല്ലെന്നേ, സത്യമായിട്ടും അല്ല. പ്രസ്സിൽ വെച്ച് എന്നെ താക്കോൽ എനിക്ക് ഓരോന്നും കാണിച്ചു തന്നു. ഞാനതൊക്കെ കാണാതെ പഠിച്ചതാ. ദർശന, ഈ കത്ത് കൊണ്ടുപോയി ആദ്യം അമ്മാവനെ കാണിക്ക്. അതാ വേണ്ടത്. അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോയ്ക്ക് മുന്നില് വിളക്ക് വെച്ച് ഇത് മുന്നിൽ വെച്ച് അനുവാദവും ആശീർവാദവും വാങ്ങിക്കണം. അത് കഴിഞ്ഞേ ഉള്ളൂ. കണ്ടോ മോനെ, ഇത് കിട്ടിയപ്പോ മോന്റെ അച്ഛനെ ഓർത്തോ? ആദ്യത്തെ പേര് അതല്ലേ? വിശ്വത്തെ മുന്നിൽ നിന്ന് നടത്തേണ്ട കല്യാണമാ. മോൻ തന്നെ പറഞ്ഞില്ലേ? അല്ല, സ്വപ്നത്തിൽ വന്ന് മോന്റെ അച്ഛൻ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അമ്മയെപ്പോലൊരാളെ എന്റെ മോന് കെട്ടിയ എല്ലാം മംഗളമാകുമെന്ന്. ഇപ്പൊ കിട്ടിയില്ലേ? ചെന്ന് അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഈ കത്തുവെച്ച് തൊഴുതു പ്രാർത്ഥിക്കും. മാഡം, എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. രൂപേഷ് സുന്ദർ VS. എന്താണ് മിസ്റ്റർ നകുലൻ, ഒരു സീരിയസ് ഭാവം? നകുലൻ പറഞ്ഞിട്ടല്ലേ ഞാൻ കല്യാണത്തിന് യെസ് പറഞ്ഞത്? എന്നിട്ടും കല്യാണക്കുറി കൊണ്ടുവച്ചപ്പോ വലിയ ഗൗരവത്തില്. എന്തു പറ്റി നിമ്മി? സബ് ഇൻസ്പെക്ടർ നകുലന് പതിവില്ലാത്തൊരു ഗൗരവം. ദേ, എന്റെ കല്യാണക്കത്ത് ഞാൻ ആദ്യമായി കൊണ്ടുവന്നത് നിങ്ങളുടെ മുന്നിലാ. എന്നെ കൈപിടിച്ചു കൊടുക്കേണ്ട ആളാ നേരത്തെ ഒരു യാത്ര പോലും പറയാതെ മുങ്ങിക്കളഞ്ഞത്. നിമ്മിയെ പോലും ഞങ്ങളുടെ ഒപ്പം നിർത്താതെ കൂടെ കൊണ്ടുപോയി. അല്ലെങ്കിലും പണ്ടേ നിങ്ങളങ്ങനെ ആയിരുന്നല്ലോ. എന്ത് വഴക്കുണ്ടായാലും നിങ്ങൾ തമ്മില് അവസാനം ഒന്നാവും. ഞങ്ങൾ രണ്ടും പുറത്ത്.